ഞാനിവൻ്റെ ഒരു ആവശ്യത്തിനാണ് വന്നത്. ഞാനിവിടുത്തെ അസോസിയേഷൻ പ്രസിഡൻ്റാണ്. എൻ്റെ പേര് ഇടിയൻ വാസു ദേവനാരായണൻ. അല്ല സാറേ? അതെ ചേട്ടാ. ഞെട്ടണ്ട സാറേ, അതൊക്കെ അറിയാം. ഇപ്പോൾ വന്ന കാര്യം എന്താ? ചേട്ടാ വഴിയുടെ ഒരു വിഷയമാണ്. വേണ്ട, അതിനെപ്പറ്റി ഞാൻ സംസാരിച്ചോളാം. നിങ്ങളെ ഈ ഫ്ലോട്ടില്ലേ, ഇതേ മേളിൽ കാണുന്ന വീടാണ് ആ കാടൊക്കെ പിടിച്ച് കിടക്കുന്നത്. ഇപ്പം ബിസിനസ്സൊക്കെ ചെയ്ത് പാപ്പരായി നിൽക്കുകയാണേ. കയറി കിടക്കാൻ ഒരു വീട് പോലും ഇല്ല. അവിടെ ഇപ്പോൾ ആൾ താമസമൊന്നുമില്ല. അതിൻ്റെ വഴിയെക്കുറിച്ച് സംസാരിക്കാനാണ് വന്നത്. വഴിയാ? നമുക്ക് ശരിയാക്കാം. ഓ ആശ്വാസമല്ലേ ചേട്ടാ? സാർ കർണകളാണ്. സാറിനെ കണ്ടറിഞ്ഞൂടെ? അതെങ്ങനെ ശരിയാകും സാറേ? ലക്ഷങ്ങൾ കൊടുത്ത് ഞാൻ വാങ്ങിച്ചതേ എൻ്റെ ലാഭത്തിന് വേണ്ടിയാ. അത് ഇവനൊക്കെ വഴി കൊടുക്കണമെന്ന് പറഞ്ഞേ. സാറ് ഈ ചെറുക്കനെ വിളിച്ചിട്ട് പോകാൻ നോക്ക്. ചേട്ടാ എന്ത് ഇവിടെ താൻ എന്താടോ ഈ പറയുന്നത്? ചാവുമ്പോൾ ഇതൊന്നും ആരും കൊണ്ടുപോകില്ലടോ. പിന്നെ ലക്ഷങ്ങൾ. എന്ത് സാറേ, ഒരു യാചകൻ എന്ന രീതിയിലെങ്കിലും ഇയാളെ ഒന്ന് പരിഗണിക്കണം. സാറിന് ഫീലായല്ലേ? സാറെ യാചകനെ കാണണമെങ്കിലേ ഒരു 10-15 വർഷങ്ങൾക്ക് പുറകിലോട്ട് പോകണം. നടക്കാവൂ പോലീസ് സ്റ്റേഷനിലെ റിട്ടയറായ ഇടിയൻ വാസുദേവ നായർ എന്ന സാറേ. താൻ ഏതാണോ? തൻ്റെ പേര് 195-24 ജയലക്ഷ്മിക്കുണ്ടായിരുന്ന 3 ഏക്കർ വസ്തു സാറിന് ഓർമ്മയുണ്ടോ? ഇതിന്റെ ഭാര്യ? അതെ സാറേ. അതിന്റെ സൈഡിലെ ഒരു 1.5 സെന്റില് ഞാനും എൻ്റെ അപ്പനും ഒരു ചെറ്റക്കുടിൽ കിടന്ന സാറിന് ഓർക്കുന്നുണ്ട്. നടരാജന്റെ മകനാണ് സാറേ. അന്ന് 1.5 സെന്റിനകത്ത് ഒരു കിണർ കുത്തിയപ്പോഴേ സാറിന്റെ വസ്തുവിൽ നിന്ന് അകലം പാലിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് സാറ് ഇന്ന് പഞ്ചായത്തിൽ പരാതി കൊടുത്തു. അന്വേഷിക്കാൻ വന്ന പഞ്ചായത്തുകാരും നാട്ടുകാരും കൂടെ അല്പം കരുണ എന്നോട് കാണിച്ചു. സാർ അവിടെ നാറി വേർക്കുന്നുണ്ട് അല്ലേ സാറേ? എന്നിട്ട് ഈ പുന്നാര സാറിയുടെ പണി എന്താണെന്നറിയോ? ആ കിണറിനോട് ചേർന്നൊരു കക്കൂസ് കുത്തി അയാളുടെ ഭാര്യയുടെ പാഴ്സൽ സർവീസിലേക്ക് വരുന്ന ലോറിക്കാരെ കൊണ്ട് അവിടെ കാര്യം സാധിപ്പിച്ച് ആ വെള്ളം മലിനാക്കായി. ആ വെള്ളം കുടിച്ചാ സാറേ എൻ്റെ അപ്പ രോഗിയായത്. ചേട്ടാ ഇയാൾ എന്തത്? എന്നിട്ടും തീർന്നില്ല തൻ്റെ വക. ഒരടി മാത്രം വീതിയുള്ള വഴിയിലെത്താ മുള്ളുവേലി കെട്ടി അതിലൂടെ ചുമന്നോണ്ടാണ് ഞാൻ എൻ്റെ അപ്പനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. എനിക്ക് കാണണോ ആ തടമ്പ്? ഈ കുറുക്ക് മുഴുവൻ അതിൻ്റെ തടമ്പാണോ? യാചിക്കാൻ വന്നേക്കുന്നു. വിളിച്ചോണ്ട് പോടാ ഇയാളെ. എന്നാ ഞാനങ്ങോട്ട്. ഞാനെൻ്റെ വിഷമം കൊണ്ട് പറഞ്ഞതാ. ഇതുപോലുള്ള കുറേ എണ്ണം നമ്മുടെ നാട്ടിലുണ്ട്. സർക്കാർ സർവീസ് നിൽക്കുമ്പോഴേ ആളുകൾക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യില്ല. പിന്നെ പെൻഷൻ ആകുമ്പോൾ അസോസിയേഷനൊന്നും മറ്റൊന്നും പറഞ്ഞുകൊണ്ടിരിക്കും. കുറേ ഷോ കാണിക്കും. നീ ധൈര്യമായിട്ട് പോ. നിൻ്റെ വിഷമം ഞാൻ മനസ്സിലാക്കുന്നു. നിനക്ക് ആവശ്യമുള്ള വഴിയെടുത്തു. അതിലെനിക്ക് പരാതിയൊന്നുമില്ല. വേറെ ഉപകാരം ചേട്ടാ, ഞാൻ ഈ കാര്യം ഒരിക്കലും മറക്കൂല ചേട്ടാ.